ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു കറുത്ത ദിവസം കൂടെ നമുക്ക് തന്നിരിക്കെ ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവർ ചെയ്ത പെരിയ കാര്യത്തെ നമുക്ക് വിസാരിക്കാം. ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും പഠിച്ചിടുകയാണ്. ഇത് നമുക്ക് എപ്പിസോഡ് 119 താൻ നമ്മൾ പഠിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2:28 മുതൽ നമുക്ക് വാസിച്ചിടാം. ഫിലിപ്പിയ ലേഖനം 2:28 മുതൽ വാസിച്ചിടാം. നമ്മൾ 27 നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചേ അത് നമ്മൾ പൗലോസ് എന്നെ പേശുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനോ ആ കരുണ നിങ്ങൾ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോട് കരുണ ചെയ്തു. അതായത് എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ നിങ്ങൾ കരുണ ചെയ്തു. അതായത് നിങ്ങൾ ദൈവത്തെ മാനിക്കുകയും ദൈവത്തെ നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ കവലപ്പെടാതെ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ട് അതുകൊണ്ട് ദുഃഖം വരാതെ, അതായത് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതെ എന്നെ ആണ്ടവർ എന്നെ കാപ്പാത്താതെ എന്ന് വാസിക്കുക. എന്നാൽ 28-ാം വാക്യം മുതൽ നമുക്ക് വാക്യം, ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. എങ്കിൽ ആകയാൽ, അതായത് ഇതെല്ലാം ചൊല്ലിയതിനു ശേഷം ആകയാൽ എന്ന് ചൊല്ലിയാൽ, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ ചെവി നിങ്ങൾ ചായച്ചിട്ട് എന്തെന്നാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും ഞാൻ ഇപ്രൊപ്പത്തസിനെ അണുപ്പത് മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം വരണം. അത് സന്തോഷിപ്പാൻ, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം വരുവാൻ വേണ്ടി ഞാൻ ഇപ്രൊപ്പത്തസിനെ നിങ്ങളുടെ പക്കലേക്ക് അണുപ്പുന്നത്. നിങ്ങൾ പിന്നെ അവനെ പാത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം വരണം. അപ്പോസ്തലനായ പൗലോസ് ഇங்கே என்ன பேசுது? അപ്പോസ്തലനായ പൗലോസ് പേശുന്നത്, അതായത് ഞാൻ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അത് ആണ്ടവർക്ക് ചിത്തമായിരിക്കണം. അതുമൂലം നിങ്ങൾക്ക് സന്തോഷം கிடைക്കണം. ആ സന്തോഷം கிடைക്കുന്ന പോലെ എനിക്കും സന്തോഷം கிடைക്കും. ഈവൻ നമ്മൾ பார்க்கணும். അപ്പോസ്തലനായ പൗലോസ് എங்கே താൻ കാരാഗ്രഹത്തിൽ താൻ അവൻ്റെ നല്ല ശുശ്രൂഷകനായ ഇപ്പപ്രോദീസ് ഇപ്പോൾ അവനെ അണുപ്പിടുകയാണ്. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് സേവ ചെയ്യുവാനായിരിക്കുക. എങ്കിൽ അതൊന്നും വിസാരിക്കാതെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ചിത്തം എന്തെന്നാൽ ആ ഫിലിപ്പിയ വിശ്വാസികൾക്ക് എന്നാ പറ്റണം? അവരുടെ ഹൃദയം തണുക്കണം, അവർക്ക് സന്തോഷം വരണം. ആകയാൽ കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും അതുമൂലം നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ എൻ്റെ ദുഃഖം കുറഞ്ഞു. അതായത് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്, എനിക്ക് എൻ്റെ ദുഃഖം കുറയണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ സന്തോഷിക്കണം. അതായത് ആ കൂട്ടുവിശ്വാസികൾ ഉള്ള സന്തോഷം താൻ അപ്പോസ്തലനായ പൗലോസിനെ ദുഃഖം മാറുന്നത്. അത് തന്നെയാണ് ഇങ്ങനെ ചൊല്ലുന്നത്. ആയാൽ എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയക്കുന്നു. അതുകൊണ്ട് ഞാൻ വളരെ അവനോട് രമ്പ ചൊല്ലി അവനെ നിങ്ങളുടെ പക്കത്തിലാണ് ചെയ്യുക. അതായതെന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ അങ്ങേ പോകാൻ താല്പര്യം கிடைക്കാതെ, എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവനെ ആനപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം വരണം. അതായത് അപ്പോസ്തലനായ പൗലോസിൻ്റെ എല്ലാ ചിത്തവും എന്ന് പറഞ്ഞാൽ എന്നതാ? അതായത് കൂട്ടുവിശ്വാസികൾക്ക് എന്നാ വരണം? സന്തോഷം വരണം. അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നേസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ നേസം ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം വരൂ. ഇங்கே അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്, ഞാൻ ഇപ്പപ്രോദീസിനെ എൻ്റെ ശുശ്രൂഷകൻ എൻ്റെ സഹപഠൻ എല്ലാമായ ഇപ്പപ്രോദീസിനെ ഞാൻ നിങ്ങളുടെ പക്കത്തിൽ അണുപ്പാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ സന്തോഷപ്പെടണം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. നിങ്ങൾക്ക് ദൈവത്തിൽ നിങ്ങൾക്ക് സന്തോഷം கிடைക്കുമ്പോൾ എൻ്റെ ദുഃഖം മാറിപ്പോയിടും. എനിക്ക് എൻ്റെ ദുഃഖത്തിൽ എനിക്ക് സന്തോഷമായിട്ട് മാറിയിടും എന്ന് ചൊല്ലുന്നത്. അതുകൊണ്ട് താൻ ഞാൻ അവനെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ജാഗ്രതയോടെ അവനെ നിങ്ങളെ പക്കത്തിൽ അണപ്പെടുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. അതുകൊണ്ട് ചൊല്ലുവാൻ നിങ്ങൾ, അതായത് ഈ വിശ്വാസികൾ ചിലപ്പം ഇപ്പപ്രോദീസിനെ ചിലപ്പം സ്വീകരിച്ചില്ല എന്ന് വരും. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ നിങ്ങൾ അവനെ സ്വീകരിക്കണം. അവൻ എൻ്റെ
കൂട്ടുവിശ്വാസിയാണ്, എൻ്റെ സഹപഠനാണ്, അവന് ദൈവത്തിൻ്റെ വേലക്കാരനാണ്. അതുമാത്രമല്ല അവൻ എൻ്റെ ശുശ്രൂഷക്കാരനാണ്. അങ്ങനെയുള്ള അവൻ നിങ്ങളുടെ പക്കത്തിൽ വരുമ്പോൾ നിങ്ങൾ അവനെ കാപ്പാക്കണം. അവന് ആവശ്യമുള്ള തേവയുള്ളതെല്ലാം കൊടുക്കണം. അതുമാത്രമല്ല അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അതുകൊണ്ട് അവനും സന്തോഷിക്കും. അതുമൂലം എൻ്റെ ദുഃഖം മാറിക്കിട്ടും, ഞാനും സന്തോഷിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രണമിക്കരുത്. നിങ്ങൾ അവനെ നിങ്ങൾ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളും. നിങ്ങൾ അവനെ കൈക്കൊള്ളുമ്പോൾ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളണം. അതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാചം. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പൻ. ഇപ്പടി കഠിന വേല പണിയ ആൾക്കാരെ നിങ്ങൾ അവന്മാരെ ബഹുമാനിക്കണം. അതായത് നിങ്ങളുടെ കൂട്ടു സഹോദരന്മാർ ഇതേപോലെ കഷ്ടപ്പാടുകളും പ്രയാസത്തിൽ കൂടെയും ദുഃഖത്തിലും ഒക്കെ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവരെ തിരസ്കരിക്കാതെ, അവരെ ബഹുമാനിക്കാതെ, അവരെ തള്ളിക്കളയാതെ നിങ്ങൾ അവരെ ബഹുമാനിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവർ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്തവർ, അവർ ആണ്ടവരുടെ വേണ്ടി കഷ്ടപ്പെട്ടവർ, അവർ ആണ്ടവരായ യേശുക്രിസ്തുവിനെ ചിത്തം ചെയ്തവർ, അവർ അതിനുവേണ്ടി അവരുടെ ശരീരം വരെ അവർ ധരിച്ചവർ, അവർ എല്ലാ രീതിയിലും ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ എന്ത് പറയണം? നിങ്ങൾ അവരെ ബഹുമാനിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസിലെ ഇവിടെ 30-ാം വാക്യത്തിൽ, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാനല്ലോ അവൻ തൻ്റെ പ്രാണനെപ്പോലും കരുതാതെ, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാനല്ലോ അങ്ങനെ ചൊല്ലുക. ഞാൻ അങ്ങേ നിങ്ങളുടെ പക്കത്തിലിരിക്കുവാണെങ്കിൽ നിങ്ങൾ എന്നെ പറ്റും, നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കും. അന്നേരം നിങ്ങൾ എൻ്റെ പക്കത്തിൽ ഇല്ലായിരുന്നിട്ടും എൻ്റെ കുറവുകളെ തീർക്കാൻ വേണ്ടി, എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ അവൻ എൻ്റെ കൂടെ ഇരുന്നാച്ച്, എനിക്ക് എപ്പോഴുമേ തുണയായിരുന്നു. അവൻ എന്നെ ശുശ്രൂഷിച്ചാച്ച്, ഒന്നും നോക്കാതെ അവൻ ശുശ്രൂഷിച്ചത്. അത് എനിക്ക് വേണ്ടി, അത് നിങ്ങൾ ചെയ്യേണ്ട വേല അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്താച്ച്. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ കൂട്ടു സഹോദരന്മാർ ചെയ്യുമ്പോൾ, അത് ഓരോരുത്തർക്കും ചെയ്യുന്നത് അത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അത് ആണ്ടവർക്ക് വേണ്ടി ചെയ്യുകയാണ്. ആണ്ടവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ സന്തോഷം എപ്പടി വരും? എല്ലാവർക്കുമേ ഒരുപോലെ തന്നെ വരും. അതുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം ഈ പ്രൊപ്പോസിസ് തൻ്റെ പ്രാണനെ പോലും അവന് ഭയപ്പെടാതെ, കാരണം എന്ന് പറഞ്ഞാൽ അവൻ മരണത്തെപ്പോലും ഭയമില്ലാതെ അവൻ എൻ്റെ പക്കത്ത് വന്ന് എന്നെ ശുശ്രൂഷ ചെയ്താൽ, അതായത് ഒരു ചങ്ങലയിൽ കിടന്ന ഒരു ബന്ദിയെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ, ആ കുറ്റവാളിയെ സേവിക്കാൻ നമുക്ക് ഒരു രീതിയിലും നമുക്ക് തരപ്പെടാതെ, എന്നാലും ഈ പൊതിസ് അവൻ എന്നെ വന്ന് ശുശ്രൂഷിച്ചു. അവൻ്റെ സ്വന്തം പ്രാണനെ പോലും അവൻ ഓർക്കാതെ, അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ, അവൻ്റെ ജീവൻ പോലും അവൻ ഭയക്കാതെ അവൻ എന്നെ പണിയാച്ച് എനിക്ക് ശുശ്രൂഷ ചെയ്തു. അന്നേരം അവൻ നല്ല ഒരു ശുശ്രൂഷകനായിരുന്നു എന്ന് ഇங்கே പൗലോസ്, അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. അതുമൂലം അവൻ മരണത്തോളം വരെ പോയാച്ച്. നമ്മളൊന്ന് പാത്ത് നോക്കിക്കേ, നമ്മൾ ചെയ്യുമോ? നമ്മുടെ കൂട്ടു സഹോദരന്മാർ അപ്പടി ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ നമ്മൾ എന്നാ പറ്റും? നമ്മൾ പതുക്കെ പിന്നിലേക്ക് പോയിടും. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നാ പറ്റിയാച്ച് അവന് യാതൊരു ഭയവും കൂടാതെ അല്ലെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ അവൻ പൗലോസിന് വേണ്ടി അവൻ വേല ചെയ്താച്ച്. പൗലോസിന് വേണ്ടി വേല ചെയ്ത് അവന് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കോണം അവന് പൗലോസിനെ ശുശ്രൂഷിക്കുന്ന മുഖാന്തരം അല്ലെങ്കിൽ പൗലോസിനെ സേവ ചെയ്യുന്ന മുഖാന്തരം അവൻ തൻ്റെ പ്രാണനെ പോലും അവന് ഭയപ്പെട്ടില്ല. കാരണം അത്രമാത്രം എന്നോട് നേസമുണ്ടായിരുന്നു.
അതായത് ആണ്ടവരുടെ നേസം അവനിൽ എനിക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചു. അവന് എന്നോട് നേസം കാണിച്ചത് ആണ്ടവരോടുള്ള നേസമാണ് എന്നോട് കാണിച്ചത്. ആ നേസം കാണിച്ച് അവൻ എന്നെ പരിപാലിച്ചു. അവൻ എന്നെ ടേക്ക് കെയർ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ വിചാരിപ്പീൻ, ആണ്ടവർക്ക് നിങ്ങൾ ചെയ്യുന്ന വേലകൾ അത് ആണ്ടവർക്ക് ചിത്തമായിരിക്കണം. അതുമൂലം ആണ്ടവരുടെ നാമം മഹിമപ്പെടണം. അതുമാത്രമല്ല, ആണ്ടവർ അത് ചെയ്യുന്ന മുഖാന്തരം നിങ്ങൾക്ക് സന്തോഷം കിടക്കണം. അത് കേൾക്കുന്നവർക്കും സന്തോഷം കിടക്കണം. എനിക്ക് അപ്പോസ്തലനെ പോലെ എനിക്കും സന്തോഷം വന്നിരിക്കെ. അതുകൊണ്ട് ഞാൻ ഈ ദുഃഖവേളയിലും എൻ്റെ ശുശ്രൂഷകനായ എപ്പഫ്രാസിനെ നിങ്ങളുടെ പക്കത്തിൽ അണുപ്പിടുവാണ്. അതുകൊണ്ട് നിങ്ങളെ സ്തുതിച്ചിട്ട് ആണ്ടവർക്ക് നിങ്ങൾക്ക് സേവിച്ചിട്ട് നിങ്ങൾ ധൈര്യപ്പെട്ട് ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിൽ ബലപ്പെട്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കോണം ഭയപ്പെടാതെ വേല ചെയ്യുക. അതാണ് നമ്മൾ ഈ അധ്യായം മുഴുവനും നമ്മൾ വാസിച്ചത്. ഈ നിങ്ങൾക്ക് സന്തോഷം കിടക്കണം, നിങ്ങൾക്ക് സമാധാനം കിടക്കണം, നിങ്ങൾക്ക് ശക്തി കിടക്കണം, നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഭയക്കാതെ നിങ്ങൾ വേല ചെയ്യണം എന്നൊക്കെ അവിടെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ആണ്ടവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആണ്ടവരുടെ നേസം നമ്മളിൽ വന്നിടും. അതായത് നമ്മൾ ആരുടെ ഫലങ്ങളാണ്? ആണ്ടവരുടെ ഫലമാണ്. ആണ്ടവരുടെ ഫലം ഇരുത്താൻ ആണ്ടവരുടെ ഫലം നമുക്ക് கிடைക്കുമ്പോൾ എന്നാ പറ്റും? ആണ്ടവരെ നമുക്ക് സ്തുതിക്കാൻ പറ്റും, ആണ്ടവരെ നമുക്ക് പുകഴ്ത്താൻ പറ്റും, ആണ്ടവരെ മഹത്വപ്പെടുത്താൻ പറ്റും. എൻ്റെ സമയം എനിക്ക് കിടച്ചാച്ച് ഞാൻ നിങ്ങളോട് ചൊല്ലുന്നത്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഒരു സഭയിലായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്ഥാനമാനങ്ങൾ നോക്കിയല്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിയല്ല, നിങ്ങൾ ചെയ്യുന്നത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ചിത്തമാണോ ഇല്ലയോ എന്ന് വേണം നിങ്ങൾ നോക്കേണ്ടത്. അതായത് യേശുക്രിസ്തുവിൻ്റെ ചിത്തമനുസരിച്ച് നിങ്ങൾ വേല ചെയ്യുമ്പോൾ അത് യേശുക്രിസ്തുവിനെ மட்டுമല്ല, ആണ്ടവർക്ക് மட்டுമല്ല, കൂട്ടുവിശ്വാസികൾക്കും സന്തോഷം கிடைക്കും. നിങ്ങൾ മറ്റുള്ള കൂട്ടുവിശ്വാസികൾക്ക് സന്തോഷം വരുന്ന രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും നിങ്ങൾ ചിലർ ചൊല്ലും, ഇത് എൻ്റെ സഭ, ഞാൻ പണിത സഭ, ഇത് എൻ്റെ സഭയാണ്, ഇത് ഞാൻ കൂട്ടിയ ആൾക്കാരാണ്, എൻ്റെ വിശ്വാസികളാണ് എന്ന് ചൊല്ലും. നിങ്ങളുടെ വിശ്വാസികൾ ആണ്ടവരുടെ വിശ്വാസികൾ. ആണ്ടവർ നിങ്ങൾക്ക് സമയം തരുന്നത് നിങ്ങൾ ആണ്ടവർക്ക് ചിത്തം പണ്ണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് നിങ്ങളെ തന്നെ താഴ്ത്തി ആണ്ടവരെ സ്തുതിപ്പാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. ആണ്ടവർ അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തരും, നിങ്ങൾക്ക് മഹത്വം തരും. നിങ്ങൾ ആണ്ടവർ നിങ്ങളെ കാപ്പാക്കും. അതുകൊണ്ട് നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം. എൻ്റെ മെസ്സേജ് എങ്കിൽ ഞാൻ മുടിച്ചിടുകയാണ്. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ ആശീർവാദം നിങ്ങളുടെ മേൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കട്ടെ. നമ്മൾ പൗലോസിൻ്റെ ജീവിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അവൻ്റെ ചിത്തം പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്തപ്രകാരം നമുക്ക് ജീവിക്കാൻ നമുക്കിട വരട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടട്ടെ. ആമേൻ.